എന്റെ അനിയത്തിപ്രാവാ. എന്താ അനു ഇന്നും എന്റെ മുടിക്കെന്താ ഒരു അഹങ്കാരം? ഒന്ന് രണ്ട് മുടിക്ക് കഴിഞ്ഞൊരു കളിക്കറിയില്ല ഒരു ലൈവിൽ ഇരിക്കുമ്പോട്ടല്ലോ അനുവിനെ കാണുമ്പോ തന്നെ സന്തോഷാ. ഇങ്ങനെ വെക്കുമ്പോട്ടല്ലോ ഞാൻ നോക്കും ഈ ഒരു ഒരു മുടി മാത്രം ബഹിരാകാശത്തേക്ക് വിക്ഷേപണത്തിന് വിട്ടാ മാതിരി ഉണ്ട്. നേരത്തെ രണ്ടെണ്ണം സത്യം ഓളൊരു രണ്ട് മുടി എഴുന്നേറ്റ് നിന്നിട്ടേ ബഹിരാകാശത്തേക്ക് വിക്ഷേപണത്തിന് വിടാൻ വേണ്ടി പോലെ നിൽക്കുക. അതെ, അത് സംഭവം അനുവിന്റെ പാട്ടയുടെ രോമാഞ്ചം പൊങ്ങിക്കുക. വേറെ കാര്യണ്ട്, അനുവിന് വേറൊരു കട്ടുറുമ്പുണ്ട് നാട്ടില്. അതാരാ? അത് അനിയത്തി കുട്ടിയാണോ അത് അന്ന് കണ്ട? അനിയത്തി അതോ? അത് ചേച്ചിയുടെ മോളാ. മറ്റേ കുട്ടി മറ്റേ കുട്ടി വീടിന്റെ അടുത്തുള്ള. ഓക്കെ 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 ഓക്കെ. സൂര്യയുടെ കുട്ടി. ഏതായാലും ഇനിയിപ്പോ അനു പോകുന്ന സമയത്ത് തന്നെ ഞാനും നാട്ടിലേക്ക് പോവാ തോന്നുന്നു. ഇതേപോലെ തന്നെ ലൈവിളമ്പോ ബോവച്ചോ? അതെന്താ അല്ല ഇനി ലൈവ് ഇടുമ്പോ ഇപ്പത്തെ സൈഡില് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എന്താ പറയാ, മുടി അങ്ങനെ നിൽക്കുമ്പോ ഇപ്പുറത്തെ സൈഡില് പിന്നെ ഒരു ചന്ദനത്തിരി കത്തിച്ചേക്കാം വിക്ഷേപണത്തിന് തയ്യാറായിട്ട്. അത് കത്തി തീരുന്നോട് കൂടി ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണും. നിങ്ങൾ വന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതല്ല, ഞാനെന്തോ പറയുമ്പോ മറന്നുപോയി. വിക്ഷേപണം വന്നപ്പോ മറന്നുപോയി. ഹലോ, മൈഗ്രെയിൻ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെഡ്സെറ്റ്, ഇങ്ങനത്തെ ഹെഡ്സെറ്റ് മേടിക്കാത്ത. അങ്ങനത്തെ വെച്ച് കഴിയുമ്പോ എനിക്ക് കൂടും കാര്യം. ഈ തുള്ളല് കൂടാമ കൂടും. അതല്ല നിന്റെ കഴിവ്. ഗ്രെയിന് മാത്രല്ല ഓൾക്ക് വരും, ഈ ബോഡി മൊത്തം ഗ്രെയിൻ ആവുള്ളൂ. പാട്ടങ്ങോട്ട് പാടുമ്പോൾ ഒരു ഉന്മേഷം. ഇത് പാട്ടെന്ന് പറയുന്നത് എന്താ പറയാ, നമ്മുടെ ഒരു ബ്ലഡിൽ ഇങ്ങനെ അരിഞ്ഞു ചേർന്ന സംഭവമാണ്. അതിനി ആരൊക്കെ വന്നിട്ട് പാട്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞാലും വിട്ടോ ദൂരെ എന്ന് പറയും. പാട്ട് മുഖ്യം ബിഗിലെന്ന് പറയും. അല്ല പിന്നെ ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കിടന്നവനാണ് പറയും. നമ്മളിപ്പം ബോറായിട്ടൊന്നും ഞാൻ ടിക്ടോക്കിൽ എന്തായാലും ലൈവ് ഇട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മള് പാട്ട് പാടുമ്പോൾ ജസ്റ്റ് നമ്മളുടെ നമ്മൾ എത്രത്തോളം ആ പാട്ടിനെ എത്രത്തോളം നമ്മളെ നെഞ്ചിലേറ്റുന്നുണ്ട് എന്നുള്ളൊരു മൂവ്മെന്റ് അത്രയും നമ്മുടെ ഇതിന് വരും. ഇതിപ്പോ നമ്മൾ ടിക്ടോക്കിൽ കിടന്നൊരു പാട്ട് മറ്റുള്ളവർ പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്യുമല്ലോ. ഞാൻ സ്വയം പാട്ട് പാടുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് പാടുന്നതാണ്. അപ്പം അത് ലൈവിന് നല്ല ത്രില്ലുണ്ട് കാണുമ്പോ. അതിപ്പോ പുറത്ത് മറ്റേ റിമിടോമിയോ ഈ പറയുന്ന ഇവരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര കയ്യടിയും കാരടിയും. റിമിടോമി ചെയ്താൽ ആഹാ അനു ചെയ്ത് ഞാനൊക്കെ നീ ഇപ്പൊ കാണിച്ചില്ല ഒരു ആക്ഷന്. ഞാനങ്ങനെ ഞാനതാട്ടില്ല. ഇത് പാടുന്ന പാട്ട് ഞാൻ പഠിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്ന് വിടണം കേട്ടോ.